Call by reference. Okay, call by reference program ആദ്യം നോക്കുക. സ്റ്റാർട്ടിങ് നമ്മുടെ പ്രീപ്രോസസ്സർ ഡയറക്റ്റീവ് തന്നെ ആക്ഷൻ ലോഡ് iostream.h action load conio.h void swap index comma int y. Okay, first okay. Function declaration, main function int a comma b, cout, enter the values of a and b in a, b, swap of a comma b, function call, get ch, then function definition, void swap index comma int y, int t temporary variable, t equal to x equal to y equal to t. Cout value of a x and the value of b, cout value of b y. ഇത് എന്ത് പ്രോഗ്രാം ആയിരുന്നു? നമ്മൾ ഇന്നലെ കണ്ട കോൾ ബൈ വാല്യൂ വെച്ചിട്ടുള്ള സ്വാപ്പിംഗ് പ്രോഗ്രാം ആയിരുന്നു അല്ലേ? കോൾ ബൈ വാല്യൂ ഫംഗ്ഷൻ കോൾ അല്ലേ? ആണോ? അവിടെ ഉണ്ടോ? ഹലോ, റെസ്പോണ്ട് ചെയ്യൂ. ഓക്കെ, കോൾ ബൈ വാല്യൂ വെച്ചിട്ടുള്ളതാണ്. എന്തായിരുന്നു കോൾ ബൈ വാല്യൂവിൽ എങ്ങനെയായിരുന്നു ചെയ്യുന്നത്? നമ്മൾ ആക്ച്വൽ പാരാമീറ്റേഴ്സ് ഉണ്ട്, ഫോർമൽ പാരാമീറ്റേഴ്സ് ഉണ്ട്. ആക്ച്വൽ പാരാമീറ്റേഴ്സിന്റെ വാല്യൂ നമ്മൾ ഫോർമൽ പാരാമീറ്റേഴ്സിലേക്ക് കോപ്പി ചെയ്യുന്നു അല്ലേ? അപ്പോൾ ആക്ച്വൽ പാരാമീറ്റേഴ്സിലുള്ള വാല്യൂവിന് യാതൊന്നും ഒരു ചേഞ്ചും വരില്ല. ചേഞ്ചസ് ഒക്കെ ഉണ്ടെങ്കിൽ ചേഞ്ചസ് ഒക്കെ വരുന്നത് എവിടെയാണ്? ഫോർമൽ പാരാമീറ്റേഴ്സിനാണ് അല്ലേ? ഈ രണ്ട് കാര്യമായിരുന്നു മെയിനായിട്ട് ഓർത്തിരിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നത് കോൾ ബൈ വാല്യൂവിന്. ഓക്കെ, അപ്പോൾ കോൾ ബൈ റെഫറൻസ് എന്ന് പറയുന്ന സമയത്ത് അവിടെയും നമുക്ക് ആക്ച്വൽ ആൻഡ് ഫോർമൽ പാരാമീറ്റേഴ്സ് ഉണ്ട്. ഓക്കെ, കോൾ ബൈ വാല്യൂന്ന് കോൾ ബൈ റെഫറൻസിൽ ഉള്ളൊരു വ്യത്യാസം ഇവിടെ കോൾ ബൈ റെഫറൻസിൽ സാധാരണ പോകുന്ന പോലെ തന്നെ നമ്മൾ ഹാഷ് ഇൻക്ലൂഡ് iostream ലോട്ടൽ പ്രീ പ്രോസസർ ഡയറക്റ്റീവ്സ് ഒക്കെ ആഡ് ചെയ്തു, ഫംഗ്ഷൻ ഡിക്ലറേഷൻ ചെയ്തു, ദെൻ മെയിൻ ഫംഗ്ഷൻ സാധാരണ പോലെ തന്നെ. ഇവിടെ ഫംഗ്ഷൻ കോളിലാണ് ഒരു ഡിഫറൻസ് വന്നിട്ടുള്ളത്. സ്വാപ്പ് എ ബിക്ക് പകരം നമ്മൾ എന്താ ചെയ്തിട്ടുള്ളത്? സ്വാപ്പ് ആംപ്രസൻറ്റ് എ കോമ ആംപ്രസൻറ്റ് ബി അല്ലേ? അതുപോലെ തന്നെ ഇവിടെ ഫംഗ്ഷൻ ഡിക്ലറേഷൻ്റെ ഇവിടെയും നമുക്ക് പോയിന്റേഴ്സ് ആണ് നമ്മൾ പറയാം. ഇൻറ്റ് സ്റ്റാർ എക്സ് ഇൻറ്റ് സ്റ്റാർ വൈ, എക്സും വൈയും പോയിന്റേഴ്സ് ആണ്. സ്റ്റാർ എക്സ്
ആവായി. അതുപോലെ തന്നെ ഇവിടെയും ഓക്കെ. കാണുന്നുണ്ടോ? ഹലോ, ഇവിടെ ഉണ്ടോ? ഹലോ, റെസ്പോണ്ട് ചെയ്യൂ. ഓക്കെ. അപ്പോൾ നമ്മൾ കോൾ ബൈ വാല്യൂവിൽ നമ്മൾ എന്താ ചെയ്തിട്ടുള്ളത്? ഫോർമൽ പാരാമീറ്റേഴ്സിലേക്ക് നമ്മൾ കറക്റ്റ് ആ വാല്യൂ തന്നെയാണ് ആർഗ്യുമെൻ്റ് ആയിട്ട് പാസ് ചെയ്യുന്നത്. ആക്ച്വൽ പാരാമീറ്റേഴ്സിൻ്റെ വാല്യൂ ഫോർമൽ പാരാമീറ്റേഴ്സിലേക്ക് കോപ്പി ചെയ്യുന്നു അല്ലേ? ഇവിടെ നമ്മൾ എന്താ കൊടുക്കുന്നത്? ജസ്റ്റ് മെയിൻ ഫംഗ്ഷൻ നോക്കുക. മെയിൻ ഫംഗ്ഷനിൽ എന്താ പറഞ്ഞിട്ടുള്ളത്? ഇൻറ്റ് എ ബി. ഇൻറ്റ് എ ബി എന്ന് പറയുന്ന സമയത്ത് എ താഴെ ചെയ്യാം. എ എന്ന് പറഞ്ഞിട്ടൊരു വേരിയബിൾ, അതിന് ഒരു സ്പേസ് കൊടുക്കും. ഇൻറ്റീജർ വാല്യൂവിന് വേണ്ടിയിട്ടുള്ളൊരു സ്പേസ് കൊടുക്കും അല്ലേ? മെമ്മറി അഡ്രസ് 1000 ആണ് വിചാരിച്ചു അല്ലേ? അതുപോലെ തന്നെ ബിക്ക് ബി എന്നുള്ളൊരു വേരിയബിൾ, അതിനും ഇൻറ്റ് ബി എന്നായതുകൊണ്ട് ഒരു ഇൻറ്റീജർ വാല്യൂ ഹോൾഡ് ചെയ്യാനുള്ളൊരു സ്പേസ് ബിക്കും കൊടുക്കും. 2 ബൈറ്റ്. മെമ്മറി അഡ്രസ് 2000 ആണ് വിചാരിച്ചു. ഓക്കെ. ഇൻറ്റ് എ ബി. ഓക്കെ. ഇൻറ്റ് എ ബി ആൻഡ് ദ വാല്യൂസ് ഓഫ് എ ആൻഡ് ബി, സി ഇൻ എ ആൻഡ് ബി. ഓക്കെ. അപ്പം ഞാൻ സി ഇൻ എ ആൻഡ് ബി കൊടുക്കുന്ന സമയത്ത് എൻ്റെ ദ വാല്യൂസ് ഓഫ് എ ആൻഡ് ബി എന്ന് പറയുന്ന സമയത്ത് ഞാൻ 6ഉം 3യും കൊടുത്തു എന്ന് വിചാരിച്ചോ. എ ഈക്വൽ ടു 6 ആൻഡ് ബി ഈസ് ഈക്വൽ ടു 3. ഓക്കെ. സോ ഇതിങ്ങനെയാണ് സ്റ്റോർ ആയിട്ടുള്ളത്. ഓക്കെ. ചെറിയൊരു എക്സാമ്പിൾ ആയിട്ട് പറയുന്നതാണ്. ദെൻ സ്വാപ്പ് ആംപ്രസൻറ്റ് എ ആംപ്രസൻറ്റ് ബി അല്ലേ? ഇതൊരു ഫംഗ്ഷൻ കോൾ ആണ്. സ്വാപ്പ് ആംപ്രസൻറ്റ് എ ആംപ്രസൻറ്റ് ബി എന്ന് പറയുമ്പോൾ തന്നെ എങ്ങോട്ട് പോകും? സ്വാപ്പ് എന്നുള്ള ഈ ഒരു ഫംഗ്ഷൻ ഡെഫിനിഷൻ എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി പോകും അല്ലേ? അതുവരെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഹലോ, റെസ്പോണ്ട് ചെയ്തേ. കേൾക്കുന്നില്ലേ? ഇതുവരെ ഓക്കെ ആണ് അല്ലേ? ദെൻ ആംപ്രസൻറ്റ് എ ആംപ്രസൻറ്റ് ബി എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ പോയിന്റേഴ്സിൽ ചെറിയൊരു കാര്യം പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? പോയിന്റർ എന്താ ചെയ്യുക? ഇൻറ്റ് സ്റ്റാർ പി int a comma star p എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ. a is an integer number and p is an integer pointer അല്ലേ? and p equal to ampersand a എന്ന് പറഞ്ഞാൽ എന്താ ഉണ്ടാവുക? address of a is assigned to the pointer p അല്ലേ? ഒരു പോയിന്റർ പറയുന്നത് എന്താണ്? വേറൊരു വേരിയബിളുടെ അഡ്രസ് ആണ് ഹോൾഡ് ചെയ്യുക അല്ലേ? ആണോ? സോ ആംപ്രസൻറ്റ് എ എന്ന് വെച്ചാൽ എന്താണ്? ഹലോ, ആംപ്രസൻറ്റ് എ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? അഡ്രസ് ഓഫ് എ, അഡ്രസ് ഓഫ് ദ ഇൻറ്റീജർ വേരിയബിൾ എ. മനസ്സിലായോ? അറിയാവുന്നതല്ലേ? ഹലോ, കൺഫ്യൂഷൻ ഉണ്ടോ അതിൽ? റെസ്പോണ്ട് ചെയ്തേ. ഓക്കെ. അപ്പം ഇവിടെ സ്വാപ്പ് ഓഫ് ആംപ്രസൻറ്റ് എ കോമ ആംപ്രസൻറ്റ് ബി എന്ന് പറയുന്ന സമയത്ത് നേരത്തെ എങ്ങനെയായിരുന്നു? കോൾ ബൈ വാല്യൂവിൽ സ്വാപ്പ് ഓഫ് എ കോമ ബി എ ഉണ്ടായിരുന്നുള്ളൂ അല്ലേ? അപ്പം നമ്മൾ എന്താ ചെയ്തിട്ടുള്ളത്? എൻ്റെയും ബിൻ്റെയും വാല്യൂസ് അങ്ങനെ നമ്മൾ എന്തായിരുന്നു? പാരാമീറ്റേഴ്സ് ആയിട്ട് പാസ് ചെയ്യായിരുന്നു അല്ലേ? ആണോ? ഫോർമൽ പാരാമീറ്റേഴ്സിന് കൊടുക്കുമായിരുന്നു അല്ലേ? ഇവിടെ ഉള്ളത് സ്വാപ്പ് ഓഫ് ആംപ്രസൻറ്റ് എ ആംപ്രസൻറ്റ് ബി. അപ്പോൾ ഇവിടെ നമ്മൾ എന്താ കൊടുക്കുന്നത്? വാല്യൂ ആണോ? അല്ല, അഡ്രസ് അല്ലേ? എൻ്റെയും ബിൻ്റെയും അഡ്രസ് ആണ് നമ്മളിവിടെ പാസ് ചെയ്യുന്നത്, വാല്യൂ അല്ല. കേൾക്കുന്നുണ്ടോ? ആംപ്രസൻറ്റ് എ ആംപ്രസൻറ്റ് ബി, അതായത് 1000 2000 ഈ അഡ്രസ് ആണ് പാസ് ചെയ്യുക. കേൾക്കുന്നുണ്ടോ? ഹലോ, ഓക്കെ. അപ്പം
ഇവിടെ പോകുന്നത് അപ്പം എന്റെ ഈ ഒരു അഡ്രസ് ആണ് എക്സിലേക്ക് പോകുന്നത്. ഓക്കെ, അപ്പൊ എക്സിലുള്ള വാല്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? എക്സ് എന്ന് പറയുന്നത് ഒരു പോയിന്റർ ആണ് അല്ലെ, ഇന്റ് സ്റ്റാർ എക്സ് ആൻഡ് ഇന്റ് സ്റ്റാർ വൈ അല്ലെ, പോയിന്റേഴ്സ് ആണ് എക്സും വൈയും അല്ലെ. അപ്പം എക്സ് ഹോൾഡ് ചെയ്യുന്നത് എന്താണ്? എന്റെ മെമ്മറി അഡ്രസ് is equal to 1000 and y ഹോൾഡ് ചെയ്യുന്നതോ ബിന്റെ മെമ്മറി അഡ്രസ് 2000. ഓക്കെ ആണോ? ഹലോ, swap ampersand a ampersand y, ampersand a എങ്ങോട്ട് പോവും? എക്സിലോട്ട് പോവും, ആംപർസാൻഡ് ബി വൈയിലോട്ട്. ഇതുവരെ ഡൗട്ട് ഉണ്ടോ? കുഴപ്പമുണ്ടോ? മനസ്സിലായോ? റെസ്പോണ്ട് ചെയ്യൂ. ഓക്കെ, ദെൻ എക്സില് എന്റെ അഡ്രസ് ഉണ്ട്, വൈയില് ബിന്റെ അഡ്രസ് ഉണ്ട്. ദെൻ സ്റ്റാർ എക്സ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? നമ്മൾ പോയിന്റേഴ്സിൽ കണ്ടിട്ടുള്ളതാണ്. സ്റ്റാർ എക്സ് എന്ന് വെച്ചാൽ എന്താണ്? വാല്യൂ റിസൈഡിങ് ദ മെമ്മറി അഡ്രസ് 1000 അല്ലേ, ഈ ഒരു കേസിൽ അല്ലേ. x is equal to 1000, then star x is equal to value reside in the memory address 1000. Okay, star y എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലോ value reside in the memory address 2000 അല്ലേ. ഡൗട്ട് ഉണ്ടോ? ഹലോ, മനസ്സിലാവുന്നുണ്ടോ? റെസ്പോണ്ട് ചെയ്തേ. റെസ്പോൺസ് വളരെ കമ്മിയാണ് കേട്ടോ. നിങ്ങൾ ഉണ്ടോ അവിടെ? കേൾക്കുന്നുണ്ടോ? മനസ്സിലാവുന്നുണ്ടോ? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അപർണ, മനസ്സിലാവുന്നുണ്ടോ? ഗോപിക, ഗോപിക. ഓക്കെ, സോ ഇനി സ്വാപ്പ് ഓഫ് ആംപർസാൻഡ് എ ആംപർസാൻഡ് ബി എന്ന് പറയുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്തു? എ ബി ഇൻറ്റീജർ വേരിയബിൾസിന്റെ അഡ്രസ്സ് പാസ് ചെയ്തു ആൻഡ് സ്വാപ്പ് എന്നുള്ള ഈ ഒരു ഫംഗ്ഷൻ എക്സിക്യൂട്ട് ചെയ്യാൻ പോവാണ് അല്ലേ. അപ്പം ഇവിടെ ആദ്യം എന്താണ്? ഇൻറ്റ് ടി, ടി എന്നുള്ള ഒരു ടെമ്പററി വേരിയബിൾക്ക് സ്പേസ് അലോക്കേറ്റ് ചെയ്തു. ടി ഇസ് ഈക്വൽ ടു സ്റ്റാർ എക്സ് അല്ലേ. ടി ഇസ് ഈക്വൽ ടു സ്റ്റാർ എക്സ് എന്ന് പറയുന്ന സമയത്ത് എന്താ? എക്സ് പോയിന്റർ ആണ്. ആ എക്സിലുള്ള മെമ്മറി അഡ്രസ്സിന്റെ അകത്തുള്ള വാല്യൂ ടിയിലേക്ക് അസൈൻ ചെയ്തു. സോ ടി ഇസ് ഈക്വൽ ടു ഇപ്പൊ എന്താണ്? 6 അല്ലേ. എന്റെ വാല്യൂ ആണ് ടിയിലേക്ക് പോയിട്ടുള്ളത് ത്രൂ സ്റ്റാർ എക്സ് പോയിന്റർ. ഓക്കെ, ദെൻ സ്റ്റാർ എക്സ് ഇസ് ഈക്വൽ ടു സ്റ്റാർ വൈ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായി? സ്റ്റാർ എക്സ് ഇസ് ഈക്വൽ ടു സ്റ്റാർ വൈ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? സ്റ്റാർ വൈ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2000 മെമ്മറി അഡ്രസ്സിലുള്ള വാല്യൂ അല്ലേ. 2000 എന്നുള്ള മെമ്മറി അഡ്രസ്സിലുള്ള വാല്യൂ ആണ് എന്ത്? 3 അല്ലേ. അപ്പൊ ഇവിടെ ടി, ടി ഇസ് ഈക്വൽ ടു സ്റ്റാർ എക്സ് എന്ന് പറയുന്ന സമയത്ത് ഇവിടെ തന്നെ എഴുതാം. ഓക്കെ, എക്സ് ഇസ് ഈക്വൽ ടു 1000, y is equal to 2000 അല്ലേ. then t is equal to സ്റ്റാർ എക്സ് എന്ന് പറയുന്ന സമയത്ത് എന്താ നടക്കുന്നത്? സ്റ്റാർ എക്സ്, എക്സിലുള്ള മെമ്മറി അഡ്രസ്, ആ മെമ്മറി അഡ്രസ്സിന്റെ അകത്തുള്ള വാല്യൂ എങ്ങോട്ട് പോകുന്നു? ടിയിലോട്ട് പോകുന്നു അല്ലേ. സോ ടി ഇസ് ഇക്വൽ ടു 6 ആയിട്ടുണ്ട്. ഓക്കെ, ഇനി നെക്സ്റ്റ് എന്തായിരുന്നു? സ്റ്റാർ എക്സ് ഇസ് ഇക്വൽ ടു സ്റ്റാർ വൈ അല്ലേ. സ്റ്റാർ വൈ എന്ന് പറഞ്ഞാൽ എന്താണ്? വൈൻ്റെ അകത്ത് 2000 ആണ് ഉള്ളത്. മെമ്മറി അഡ്രസ് ആണ് വൈൻ്റെ അകത്ത് ഉള്ളത്. വൈ ഇസ് എ പോയിന്റർ, ഇറ്റ് ഹോൾഡ്സ് ദ മെമ്മറി അഡ്രസ് ഓഫ് ബി അല്ലേ. സോ ഈ 2000 എന്നുള്ള ഈ ഒരു മെമ്മറി അഡ്രസ്സിന്റെ അകത്തുള്ള വാല്യൂ ആണ് എന്ത്? സ്റ്റാർ വൈ, അതായത് 3 അല്ലേ. അപ്പൊ ഈ 3 എന്നുള്ള വാല്യൂ സ്റ്റാർ എക്സിലോട്ടാണ് അസൈൻ ചെയ്യുന്നത്. മനസ്സിലായില്ലേ? സ്റ്റാർ വൈ എന്ന് പറയുന്നത് 3 ആണ്. വൈൻ്റെ അകത്തുള്ള 2000 എന്നുള്ള മെമ്മറി അഡ്രസ്സിന്റെ അകത്തുള്ള വാല്യൂ ആണ് സ്റ്റാർ വൈ എന്ന് പറയുന്നത് അല്ലേ. ആ വാല്യൂ എങ്ങോട്ട് പോകണം? എക്സിന്റെ
മെമ്മറി അഡ്രസ് എക്സിൻ്റെ അകത്തുള്ള മെമ്മറി അഡ്രസ്സിൻ്റെ അകത്തുള്ള വാല്യൂ ആയിട്ട് മാറണം. ഓക്കെ, എക്സിൻ്റെ അകത്ത് 10,000 ആണുള്ളത്. 10,000 മെമ്മറി അഡ്രസ്സിൻ്റെ അകത്ത് എന്താവണം? 3 ആകണം. ഓക്കെ, സ്റ്റാർ എക്സ് ഇസിക്വൽ ടു സ്റ്റാർ വൈ എന്ന് പറയുന്ന സമയത്ത് നടക്കുന്നത് സ്റ്റാർ എക്സ് ഇസിക്വൽ ടു 3. ഓക്കെ, 6 മാറി 3 ഓവർ റൈറ്റ് ആയി. ദെൻ അടുത്ത സ്റ്റേറ്റ്മെന്റ് വന്നിട്ടുള്ളത് എന്താണ്? സ്റ്റാർ വൈ ഇസിക്വൽ ടു ടി. വരാത്ത ഓക്കെ, സ്റ്റാർ വൈ ഇസിക്വൽ ടു ടി. അതായത് ടിയിൽ ഇപ്പം എന്ത് വാല്യൂ ആണുള്ളത്? ടിയിൽ 6 ആണുള്ളത്. ആ 6 സ്റ്റാർ വൈ ആവണം അല്ലേ? വൈ എന്നുള്ള അഡ്രസ്, വൈ പോയിന്റർ ആണ്, വൈൻ്റെ അകത്തുള്ള അഡ്രസ്സിൻ്റെ അകത്തുള്ള വാല്യൂ ആയിരിക്കണം 6 അല്ലേ? അപ്പം 2000 ആണ് വൈ ഹോൾഡ് ചെയ്തിട്ടുള്ള അഡ്രസ്. ആ 2000 എന്നുള്ള മെമ്മറി അഡ്രസ്സിൻ്റെ അകത്തുള്ള വാല്യൂ ടി ആകണം, 6 ആകണം. അപ്പം 6 ആയി. ഓക്കെ, സോ ഇവിടെ കോൾ ബൈ റെഫറൻസ് നോക്കുകയാണെങ്കിൽ നമുക്ക് ആക്ച്വൽ പാരാമീറ്റേഴ്സ് ആൻഡ് ഫോമൽ പാരാമീറ്റേഴ്സ് ഉണ്ടെങ്കിലും ചേഞ്ചസ് ഒക്കെ ആക്ച്വൽ പാരാമീറ്റേഴ്സിൽ തന്നെയാണ് ഉണ്ടാവുന്നത്. ബിക്കോസ് വി ആർ പാസിംഗ് അഡ്രസ് ഓഫ് ആക്ച്വൽ പാരാമീറ്റേഴ്സ്. ഓക്കെ ആണോ? ഹലോ, ഇതുവരെ ക്ലിയർ ആണോ? ഇതുവരെ ക്ലിയർ ആണോ? ഓക്കെ, ദെൻ ബാക്കി നോക്കാം. സോ സി ഔട്ട് വാല്യൂ ഓഫ് എ എന്ന് പറഞ്ഞിട്ട് സ്റ്റാർ എക്സ് ആണ് കൊടുക്കുന്നത്. സി ഔട്ട് വാല്യൂ ഓഫ് ബി എന്ന് പറഞ്ഞിട്ട് സ്റ്റാർ വൈ ആണ് കൊടുക്കുന്നത് അല്ലേ? അപ്പം സ്റ്റാർ എക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? വാല്യൂ ഓഫ് എ തന്നെയാണ്. സ്റ്റാർ വൈ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വാല്യൂ ഓഫ് ബി തന്നെയാണ് അല്ലേ? ഇവിടെ എക്സ് സ്റ്റാർ എക്സ്ന്നോ എന്നോ കൊടുക്കാം, സ്റ്റാർ വൈന്നോ ബിന്നോ കൊടുക്കാം. ഉത്തരം ഈ എയിലും ബിയിലും ഈ മെമ്മറി ലൊക്കേഷനിൽ വരുന്ന ഈ വാല്യൂസ് തന്നെയായിരിക്കും. ഓക്കെ, സോ കോൾ ബൈ വാല്യൂ എന്ന് പറയുന്ന സമയത്ത് നമ്മൾ വാല്യൂ ആണ് പാസ് ചെയ്യുന്നത്. ചേഞ്ചസ് ഉണ്ടാവുകയാണെങ്കിൽ ഫോമൽ പാരാമീറ്റേഴ്സിനായിരിക്കും ചേഞ്ചസ് ഉണ്ടാവുക. വാല്യൂ കോൾ ബൈ റെഫറൻസ് ആവുന്ന സമയത്ത്, നേരത്തെ കോൾ ബൈ വാല്യൂ ആകുന്ന സമയത്ത് ഇങ്ങനെ പാസ് ചെയ്യുന്നത് വാല്യൂസ് ആണ്, ചേഞ്ചസ് വരുന്നത് ഫോമൽ പാരാമീറ്റേഴ്സിനാണ്. കോൾ ബൈ റെഫറൻസ് എന്ന് പറയുന്ന സമയത്ത് നമ്മൾ പാസ് ചെയ്യുന്നത് അഡ്രസ് ആണ്, ചേഞ്ചസ് ആക്ച്വൽ പാരാമീറ്റേഴ്സിന് തന്നെയാണ് വരുന്നത്. ഓക്കെ, ഇത്രയും ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ഹലോ, റെസ്പോണ്ട് ചെയ്തേ. ഓക്കെ, ഇനി നമുക്ക് പഠിക്കാനുള്ളത് ദിസ് പോയിന്റർ ആണ്. ഓക്കെ, ഈ പ്രോഗ്രാം എഴുതിയെടുത്തായിരുന്നോ? കോൾ ബൈ വാല്യൂ, കോൾ ബൈ റെഫറൻസ് പ്രോഗ്രാംസ് എഴുതിയെടുത്തായിരുന്നോ? ഓക്കെ, ഇനി പഠിക്കാനുള്ളത് ദിസ് പോയിന്റർ. ദിസ് പോയിന്റർ യൂസ് ചെയ്യുന്നത് നമ്മുടെ ഒബ്ജക്റ്റിനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി തന്നെയാണ്. ഓക്കെ, ഇംപ്ലിസിറ്റ് ആർഗ്യുമെന്റ് ആയിട്ടാണ് ആക്ട് ചെയ്യുക. ഓക്കെ, നമുക്ക് ഈ ഒരു ഒബ്ജക്റ്റിന്റെ വാല്യൂസ് റിട്ടേൺ ചെയ്യണമെങ്കിലും നമുക്ക് ദിസ് പോയിന്റർ യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മൾ ബൈനറി ഓപ്പറേറ്റർ ഓവർലോഡിങ് പഠിച്ചിട്ടുണ്ടായിരുന്നു, ഓർമ്മയുണ്ടോ? ഹലോ, ബൈനറി ഓപ്പറേറ്റർ ഓവർലോഡിങ് പഠിച്ചിട്ടുണ്ടായിരുന്നില്ലേ? ഓർമ്മയുണ്ടോ? യൂണറി ആൻഡ് ബൈനറി ഓപ്പറേറ്റർ ഓവർലോഡിങ് അല്ലേ? അപ്പോൾ യൂണറി ഓപ്പറേറ്റർ ഓവർലോഡിങ് നമ്മുടെ ക്ലാസ് മെമ്പർ ഫംഗ്ഷൻ വെച്ചിട്ടും ഫ്രണ്ട് ഫംഗ്ഷൻ വെച്ചിട്ടും ചെയ്യാം. അതുപോലെ തന്നെ ബൈനറി
ഓപ്പറേറ്റർ ഓവർലോഡിങ്ങും നമുക്ക് ക്ലാസ് മെമ്പർ ഫംഗ്ഷൻ വെച്ചിട്ടും ഫ്രണ്ട് ഫംഗ്ഷൻ വെച്ചിട്ടും ചെയ്യാം അല്ലേ. ഇപ്പോൾ യൂണറി ഓപ്പറേറ്റർ ഓവർലോഡിങ് നമ്മൾ മെമ്പർ ഫംഗ്ഷൻ വെച്ച് ചെയ്യുകയാണെങ്കിൽ ആർഗ്യുമെന്റ്സ് ഒന്നുമില്ല. ഫ്രണ്ട് ഫംഗ്ഷൻ വെച്ച് ചെയ്യുകയാണെങ്കിൽ ഒരു ആർഗ്യുമെന്റ്. ബൈനറി ഓപ്പറേറ്റർ ഓവർലോഡിങ് മെമ്പർ ഫംഗ്ഷൻ വെച്ച് ചെയ്യുകയാണെങ്കിൽ ഒരു ആർഗ്യുമെന്റ്. ഫ്രണ്ട് ഫംഗ്ഷൻ വെച്ച് ചെയ്യുകയാണെങ്കിൽ 2 ആർഗ്യുമെന്റ്സ്. ഓർമ്മയുണ്ടോ? അത് ഓർമ്മയുണ്ടോ? ഒന്ന് റെസ്പോണ്ട് ചെയ്തേ. ഹലോ, ഓർമ്മയില്ലേ? ഉണ്ടെങ്കിൽ ഇല്ലെങ്കിൽ ഒന്ന് റെസ്പോണ്ട് ചെയ്യൂ. പിള്ളേരെ, ഓർമ്മയുണ്ട് അഭിജിത്ത്. ബാക്കിയുള്ളവർക്കോ? ഓക്കെ. ദിസ് പോയിന്റർ വരുന്ന സമയത്ത് ഒബ്ജക്റ്റിനെ റെപ്രസെന്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. കൂടുതലും നമ്മൾ മെമ്പർ ഫംഗ്ഷൻ്റെ അകത്താണ് ഈ ദിസ് പോയിന്റേഴ്സ് നമ്മൾ യൂസ് ചെയ്യാറ്. ഓക്കെ, എക്സ്പ്ലിസിറ്റ് ആയിട്ട് യൂസ് ചെയ്യില്ല, ഇംപ്ലിസിറ്റ് ആർഗ്യുമെന്റ് ആയിട്ടാണ് യൂസ് ചെയ്യുക. ഓക്കെ, അപ്പം ഇതിൻ്റെ കറക്റ്റ് അറിയണമെങ്കിൽ ഇതിൻ്റെ ഒരു എക്സാമ്പിൾ വെച്ച് നോക്കായിരിക്കും നല്ലത്. അപ്പോൾ ഇവിടെ നോക്കാം, ഒരു ABC. ക്ലിയർ ആണോ? കാണുന്നുണ്ടോ? ടെക്സ്റ്റ് PDF ആണ്, ലിങ്കേഴ്സിൽ ഇട്ടിട്ടുണ്ട്. ഓക്കെ, കാണുന്നുണ്ടോ? ഒന്ന് റെസ്പോണ്ട് ചെയ്തേ. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ക്ലാസ് ABCൻ്റെ അകത്ത് ഇൻറ്റ് എ എന്ന് പറയുന്ന ഒരു ഡാറ്റ മെമ്പർ ഉണ്ട് അല്ലേ. ആൻഡ് ഇറ്റ് ഈസ് പ്രൈവറ്റ് സെക്ഷനിലാണ്, ബൈ ഡിഫോൾട്ട് പ്രൈവറ്റ് സെക്ഷനിലാണ് വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പം ക്ലാസ് ABC ഇൻറ്റ് എ മാത്രമേ ഇവിടെ കാണിക്കുന്നുള്ളൂ. ദെൻ നമുക്ക് എന്ത് ചെയ്യാം? A = 1 2 3 എന്ന് അസൈൻ ചെയ്യാം അല്ലേ. അത് ഏതെങ്കിലും മെമ്പർ ഫംഗ്ഷൻ്റെ അകത്ത് നമുക്ക് അസൈൻ ചെയ്യാം. അല്ലെങ്കിൽ ഈ ദിസ് പോയിന്റർ വെച്ചിട്ടും നമുക്ക് അസൈൻ ചെയ്യാം. ഓക്കെ, ദസ് ഈ ഒരു ആരോ ഓപ്പറേറ്റർ A = 1 2 3 ഈ ഒരു രീതിയിൽ നമുക്ക് ഈ ഒരു ക്ലാസിൻ്റെ പ്രൈവറ്റ് ഡാറ്റ അസൈനിങ് ചെയ്യാം. ഓക്കെ, ദിസ് പറഞ്ഞിട്ട് ഈ ഒരു ആരോ ഓപ്പറേറ്ററും കൂടി ഉണ്ടാവും, ദിസ് പോയിന്റർ. ഓക്കെ, കേൾക്കുന്നുണ്ടോ? അതുപോലെ തന്നെ നമുക്ക് റിട്ടേൺ ദിസ്, ആ ഒരു വാല്യൂ, ആ ഒരു ഒബ്ജക്റ്റിൻ്റെ വാല്യൂസ് ഫുള്ള് റിട്ടേൺ ചെയ്യാം. ഓക്കെ, ഈ ദിസ് എന്നുള്ളത് വെച്ചിട്ട് തന്നെ റിട്ടേൺ ചെയ്യാം. ഓക്കെ, അവിടെ റിട്ടേൺ സ്റ്റാർ ദിസ് മതി. ഈ ദിസ് എന്ന് പറയുന്ന ഒരു പോയിന്റർ തന്നെയാണ് കേട്ടോ, പോയിന്റർ. ഇവിടെ നോക്കുകയാണെങ്കിൽ ഈ ഒരു പ്രോഗ്രാം നോക്കുകയാണെങ്കിൽ ഇതൊരു ബൈനറി ഓപ്പറേറ്റർ ചെയ്ത പോലത്തെ ഉള്ളൊരു പ്രോഗ്രാമാണ് ഇവിടെ. ക്ലാസ് പേഴ്സൺ, പ്രൈവറ്റ് സെക്ഷനിൽ നെയിം ആൻഡ് ഏജ് ആണുള്ളത്. പബ്ലിക് സെക്ഷനിൽ ഒരു കൺസ്ട്രക്ടർ അല്ലേ, പേഴ്സൺ എന്നുള്ളതാണ് ക്ലാസ് നെയിം. ഇവിടെയും പേഴ്സൺ തന്നെയാണ്, വിത്തൗട്ട് ഡാറ്റ ടൈപ്പ്. സോ ഇതൊരു പാരാമീറ്ററൈസ്ഡ് കൺസ്ട്രക്ടർ ആണ്. നമുക്ക് ആർഗ്യുമെന്റ്സ് ഉണ്ട്. ഓർമ്മയുണ്ടോ? പാരാമീറ്ററൈസ്ഡ് കൺസ്ട്രക്ടർ, ഡിഫോൾട്ട് കൺസ്ട്രക്ടർ, കോപ്പി കൺസ്ട്രക്ടർ ഒക്കെ പഠിച്ചത് ഓർമ്മയുണ്ടോ? ഹലോ, പറഞ്ഞേ, റെസ്പോണ്ട് ചെയ്തേ. ഓർമ്മയുണ്ടോ? ഓക്കെ, സോ ഇവിടെ കാണിച്ചിട്ടുള്ളത് നമ്മുടെ പാരാമീറ്ററൈസ്ഡ് കൺസ്ട്രക്ടർ ആണ്. അവിടെ നമ്മൾ നെയിമും ഏജും കൊടുക്കുന്നുണ്ട്. ഇത്
വോയിഡ് മെയിൻ ഫംഗ്ഷൻ എന്ന് വരുമ്പോൾ പറയാം, ഇത് ഡിഫൈൻ ചെയ്യാം. അതുപോലെ തന്നെ ഡിസ്പ്ലേ എന്ന് പറഞ്ഞിട്ടുള്ള വേറൊരു മെമ്പർ ഫംഗ്ഷൻ ചെയ്തേക്കുന്നത് എന്താണ്, ജസ്റ്റ് ഡിസ്പ്ലേ ചെയ്യാം, നെയിമും ഏജും ന്യൂ ലൈൻസിലായിട്ട് ഡിസ്പ്ലേ ചെയ്യുന്നു. ഓക്കെ, അപ്പം മെയിൻ ഫംഗ്ഷനിൽ ഈ പേഴ്സണിന് നമ്മൾ 3 ഒബ്ജക്ട്സ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നേരെ ഇത് എങ്ങോട്ടാ പാസ് ചെയ്യുന്നത്, നമ്മുടെ പാരാമീറ്ററൈസ്ഡ് കൺസ്ട്രക്ടറിലോട്ടാണ് പോകുന്നത്. P1 നെയിം ജോൺ, ഏജ് 37.5, P2 നെയിം അഹമ്മദ്, ഏജ് 29, P3 നെയിം ഹെബ, ഏജ് 40.25. ഏജ് എന്നല്ലേ? ഓക്കെ, ഏജ്. ഓക്കെ, അപ്പൊ ഈ P1 P2 P3 എന്ന് പറയുന്നത് നമ്മുടെ ക്ലാസിന്റെ ഒബ്ജക്റ്റ് ആണ്. P1 P2 P3. ഓക്കെ, അപ്പൊ ഇവിടെ കാണിച്ചേക്കുന്നത് പേഴ്സൺ P ഈക്വൽ ടു P1 ഡോട്ട് ഗ്രേറ്റർ ഓഫ് P3. ഓക്കെ, അപ്പം ഈ ഒരു കാര്യം നമ്മൾ ബൈനറി ഓപ്പറേറ്റർ ഓവർലോഡിങ്ങിൽ പഠിച്ചിട്ടുള്ളതാണ്. P1 ഡോട്ട് ഗ്രേറ്റർ ഓഫ് P3 എന്ന് പറയുന്ന സമയത്ത് ഈ P3 എന്നുള്ള ഒബ്ജക്റ്റിന്റെ വാല്യൂസ് ഈ ഒരു ഫംഗ്ഷൻ ഗ്രേറ്റർ എന്നുള്ള ഫംഗ്ഷനിലേക്ക് ആർഗ്യുമെന്റ് ആയിട്ട് പാസ് ചെയ്യും. P1 എന്നുള്ള ഒബ്ജക്റ്റ് ഡയറക്റ്റ് ആയിട്ട്, അതായത് P1 എന്നുള്ള ആ ഒബ്ജക്റ്റ് ആണ് ഈ ഗ്രേറ്റർ എന്നുള്ള ഫംഗ്ഷനെ ഇൻവോക്ക് ചെയ്യുന്നത്. ഓക്കെ, P1 എന്നുള്ള ഒബ്ജക്റ്റ് ഈ ഗ്രേറ്റർ എന്നുള്ള ഫംഗ്ഷനെ ഇൻവോക്ക് ചെയ്യുന്നു. P3 എന്നുള്ള ഒബ്ജക്റ്റിന്റെ വാല്യൂസ് ആർഗ്യുമെന്റ് ആയിട്ട് ഈ ഒരു ഗ്രേറ്റർ എന്നുള്ള ഫംഗ്ഷനിലേക്ക് പാസ് ചെയ്യുന്നു. ഓക്കെ, അപ്പൊ P1 ഇൻവോക്ക് ചെയ്യുന്നതുകൊണ്ട് P1 എന്നുള്ള ഒബ്ജക്റ്റിന്റെ വാല്യൂസും അവിടെ കിട്ടും, P3 ആർഗ്യുമെന്റ് ആയിട്ടും ആ P3 എന്നുള്ള ഒബ്ജക്റ്റിന്റെ വാല്യൂസും അവിടെ കിട്ടും. ഓക്കെ, അപ്പം ഇവിടെ ഈ എക്സ് ഇവിടെ ആർഗ്യുമെന്റ് ആയിട്ട് പോകുന്നതാണ് എക്സ്. ഓക്കെ, അതായത് ആർഗ്യുമെന്റ് ആയിട്ട് പോകുന്നത് P3 ആണ്. ഓക്കെ, അപ്പൊ P3യുടെ ഏജ് ഈസ് ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു ഏജ്. ഇതെന്താ, ഇൻവോക്ക് ചെയ്യുന്ന P1ന്റെ ഏജ് ആണ് ഇത്. സിംപ്ലി ഏജ് എന്ന് പറഞ്ഞിട്ടുള്ളത് P1ൻ്റെത്, ആർഗ്യുമെന്റിലുള്ള ഈ ഒരു വാല്യൂ വെച്ച് എക്സ് വെച്ച് ചെയ്തിട്ടുള്ളത് ആർഗ്യുമെന്റ് ആയിട്ട് പാസ് ചെയ്യുന്ന P3ന്റെ ഏജ്. ഓക്കെ, അപ്പൊ P3 ഒബ്ജക്റ്റിലുള്ള ഏജ് P1 ഒബ്ജക്റ്റ് ഇൻവോക്കിംഗ് ഒബ്ജക്റ്റ് ആയിട്ടുള്ള P1 ഒബ്ജക്റ്റിനെക്കാട്ടും ഗ്രേറ്റർ ആണെങ്കിൽ എന്ത് വേണം, റിട്ടേൺ എക്സ്. അതായത് P3ന്റെ ആർഗ്യുമെന്റ് ആയിട്ട് പോയിട്ടുള്ള P3ന്റെ ഒബ്ജക്റ്റിന്റെ വാല്യൂസ് റിട്ടേൺ ചെയ്യുക. എൽസ് എന്താ കാണിച്ചിട്ടുള്ളത്, എൽസ് റിട്ടേൺ ദസ് സ്റ്റാർ ദസ് അല്ലെ. അപ്പൊ ഇവിടെ ഇൻവോക്കിംഗ് ഒബ്ജക്റ്റ് ആയിട്ട് ബിഹേവ് ചെയ്തിട്ടുള്ളത് ആരാണ്, ദിസ്. റിട്ടേൺ ദിസ് എന്ന് പറയുന്ന സമയത്ത് ഇൻവോക്കിംഗ് ഒബ്ജക്റ്റിന്റെ വാല്യൂസ് ഓട്ടോമാറ്റിക് ആയിട്ട് റിട്ടേൺ ആയിക്കോളും. ഓക്കെ, മനസ്സിലായോ? മനസ്സിലാവുന്നുണ്ടോ? ഹലോ, ഒന്ന് റെസ്പോണ്ട് ചെയ്തേ, മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, അപ്പം ആ ഒരു റിട്ടേൺ ചെയ്ത വാല്യൂ എങ്ങോട്ടാ പോകുന്നത്, പേഴ്സൺ P ഈസ് ഇക്വൽ ടു എന്ന് പറഞ്ഞിട്ടാണ് ഈ ഒരു ഗ്രേറ്റർ ഫംഗ്ഷൻ കോൾ ചെയ്തിട്ടുള്ളത് അല്ലെ. അപ്പൊ പേഴ്സൺ Pയിലേക്ക് P1 ഒബ്ജക്റ്റിന്റെ ആണോ P3 ഒബ്ജക്റ്റിന്റെ ആണോ, ഏത് ഒബ്ജക്റ്റിന്റെ ഏജ് ആണ് ഗ്രേറ്റർ എന്നുള്ളത് ആ ഒരു വാല്യൂ ഈ Pയിലേക്കാണ് റിട്ടേൺ ചെയ്യുന്നത് അല്ലെ. ദെൻ സി ഔട്ട് എൽഡർ പേഴ്സൺ ഈസ് എന്ന് പറഞ്ഞിട്ട് P ഡോട്ട് ഡിസ്പ്ലേ. ഓക്കെ, Pന്റെ വാല്യൂസ് ഡിസ്പ്ലേ ആവും. P ഡോട്ട് ഡിസ്പ്ലേ എന്ന് പറയുന്ന സമയത്ത് Pയിൽ ഇപ്പം P1 P3 ഈ P1 P3യിലെ ഒബ്ജക്ട് വാല്യൂസിൽ ഏതാണ് ഏജ് ഗ്രേറ്റർ ആ വാല്യൂസ് അങ്ങനെ ഒബ്ജക്ട് Pയിലേക്ക് പാസ് ചെയ്തിട്ടുണ്ട്. ആ വാല്യൂസ് Pയിലുള്ള നെയിമും ഏജും എന്തായി ഡിസ്പ്ലേ ചെയ്തു അല്ലെ. അടുത്ത നോക്കുകയാണെങ്കിൽ അഗെയിൻ P is equal to P1 ഡോട്ട് ഗ്രേറ്റർ ഓഫ് P2. സെയിം ഫംഗ്ഷൻ ഗ്രേറ്റർ എന്നുള്ള ഫംഗ്ഷൻ കോൾ തന്നെ വീണ്ടും ഇൻവോക്ക് ചെയ്യാണ്. ഓക്കെ, ഗ്രേറ്റർ എന്നുള്ള ഫംഗ്ഷന് P1 ഇവിടെയും ഇൻവോക്കിംഗ് ആണ്, P2 ആർഗ്യുമെന്റ് ആയിട്ടാണ് പോകുന്നത്. ഓക്കെ, സോ അഗെയിൻ ദിസ് എന്ന് പറയുന്നത് ഇൻവോക്കിംഗ് ആയിട്ടുള്ള P1 ഒബ്ജക്റ്റിനെ ആയിരിക്കും കാണിക്കുക, P2 ആർഗ്യുമെന്റ് ആയിട്ട് പോകുന്നു, അതുകൊണ്ട് എക്സ് നേരത്തെ കോഡിൽ ആ എക്സ് P2നായിരിക്കും കാണിക്കുക. ഓക്കെ, സോ P2ലെ ഏജ് ഗ്രേറ്റർ ദാൻ P1ന്റെ ഏജ് ആണെങ്കിൽ P2ന്റെ ഏജ് റിട്ടേൺ ചെയ്യും. അല്ല P2ന്റെ ഏജ് ലെസ് ദാൻ P1ന്റെ ഏജ് ആണെങ്കിൽ ഈ സ്റ്റാർ ദസ് വെച്ചിട്ട് തന്നെ P1 ഇൻവോക്കിംഗ് ഒബ്ജക്റ്റ് ആയിട്ടുള്ള P1ന്റെ വാല്യൂസ് റിട്ടേൺ ചെയ്യും. ഓക്കെ,
മനസ്സിലായോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? റെസ്പോണ്ട് ചെയ്തേ. ബാക്കിയുള്ളവർക്കോ മനസ്സിലായായിരുന്നോ? ഓരോരുത്തർ വിളിച്ച് ചോദിക്കണോ? വൈഷ്ണവി, അനുവിന്ദ്, മനസ്സിലായ? ജസീം ഉണ്ടോ? മനസ്സിലായ ഇതുവരെ പറഞ്ഞത്? മനസ്സിലായി. ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ? വേണ്ട. ആഹാ, അതെന്താ അങ്ങനെ? അല്ല, പെട്ടെന്ന് ചോദിച്ചാൽ പറയാൻ പറ്റില്ല. ഓക്കെ, അപ്പൊ ദിസ് പോയിന്റർ എന്താ യൂസ് ചെയ്യുന്നത്? ഇംപ്ലിസിറ്റ് ആർഗ്യുമെന്റ് ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് മെമ്പർ ഫങ്ഷൻസിന്റെ അകത്താണ് കൂടുതലും യൂസ് ചെയ്യുക. ഇൻവോക്കിംഗ് ഒബ്ജക്ട്സ് ഡീറ്റെയിൽസ് ഒക്കെ റിട്ടേൺ ചെയ്യാനും പറ്റും. ഓക്കെ, ദിസ് പോയിന്റർ ഇങ്ങനെ ചോദിക്കാം, ഡിഫൈൻ ചെയ്യാനും ചെറിയൊരു സിമ്പിൾ പ്രോഗ്രാമും ചോദിച്ചെന്നിരിക്കാം ദിസ് പോയിന്ററിന്റെ. ഓക്കെ, അപ്പം ഈ പോയിന്റ്സ് അറിഞ്ഞു വെക്കാം. ഓക്കെ, നമുക്ക് ഇങ്ങനെ ചെയ്യാം, പക്ഷെ നമ്മൾ ഇങ്ങനെ ചെയ്തിട്ടില്ല കേട്ടോ. ദിസ് പോയിന്റർ ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല നമുക്ക്, അല്ലാണ്ട് തന്നെ മെമ്പർ ഫംഗ്ഷൻ്റെ അകത്ത് നമുക്ക് ഇങ്ങനെ അസൈൻ ചെയ്യാൻ പറ്റും. ഓക്കെ, ദിസ് പോയിന്റർ മെയിൻലി റിട്ടേൺ ചെയ്യാനും ഒബ്ജക്റ്റിനെ റെപ്രസെന്റ് ചെയ്യാനും. ഓക്കെ, ആ രണ്ട് കാര്യം എന്തായാലും ഓർത്തിരിക്കാം. ഓക്കെ, ഇനി നെക്സ്റ്റ് വരുന്നത് നമ്മൾ പോയിന്റർ ടു ഒബ്ജക്റ്റ് പഠിച്ചു. നെക്സ്റ്റ് ഇനി പോയിന്റർ ടു ക്ലാസ് ആണ്, ഡിറൈവ്ഡ് ക്ലാസ്. ഓക്കെ, പോയിന്റേഴ്സ് ടു ഡിറൈവ്ഡ് ക്ലാസ്. പോയിന്റേഴ്സ് ടു ഒബ്ജക്റ്റ് ക്ലിയർ ആയതല്ലേ? അല്ലേ? പോയിന്റേഴ്സ് ടു ഒബ്ജക്റ്റ് ഓർമ്മയുണ്ടോ? ഹലോ, എങ്ങനെയായിരുന്നു പോയിന്റേഴ്സ് ടു ഒബ്ജക്റ്റ്? നമ്മൾ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്ന പോലെ തന്നെ പോയിന്റേഴ്സും അല്ലേ? അപ്പൊ XYZ എന്നുള്ളൊരു ക്ലാസ് വെച്ചിട്ടായിരുന്നു നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അല്ലേ? അപ്പം XYZ A എന്ന് പറയുന്നത് എന്താണ്? XYZ A എന്ന് പറയുന്നത് എന്താണ്? ക്രിയേറ്റിംഗ് an object for the class XYZ അല്ലേ? സെയിം XYZ സ്റ്റാർ P എന്ന് പറയുന്നത് എന്താണ്? പോയിന്റർ ടു ഒബ്ജക്റ്റ് അല്ലേ? അത് നമ്മൾ അസൈൻ ചെയ്ത് കൊടുക്കണമെങ്കിൽ P equal to ആംപർസാൻഡ് A എന്ന് പറഞ്ഞ ഒബ്ജക്റ്റിന്റെ അഡ്രസ്സ് Pയിലേക്ക് അസൈൻ ചെയ്ത് കൊടുക്കണം അല്ലേ? അപ്പൊ ഇത് നമുക്ക് എങ്ങനെയും ചെയ്യാം, ന്യൂ ഓപ്പറേറ്റർ വെച്ചിട്ടും നമുക്ക് ചെയ്യാം. ഓക്കെ, അതെങ്ങനെയായിരുന്നു? ഇങ്ങനെയായിരുന്നു ഫോർമാറ്റ് അല്ലേ? ഓക്കെ, ഇനി ഡിറൈവഡിന്റെ ആണുള്ളത്. പോയിന്റേഴ്സ് ടു ഡിറൈവഡ് ക്ലാസ് നെക്സ്റ്റ് ഡേ നോക്കാം. ഓക്കെ, അപ്പം അറ്റൻഡൻസ് പറയാ. അഭിജിത്ത്, അനുവിന്ദ്, അപർണ,